വേനൽക്കാലമാണ്. പുഴയിൽ ഇറങ്ങാനും കുളിക്കാനുമുള്ള സാധ്യതകളും ഏറെ. പടിയൂർ മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ പൂവംപുഴയിൽ പല ഭാഗങ്ങളിലും അപകടക്കണി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യവും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പുഴയുടെ ആഴം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും അടിയൊഴുക്കുള്ള ഇടങ്ങളുമാണ് പ്രധാനമായും വില്ലനാകുന്നത്. പുഴയിൽ ഇറങ്ങുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്ന ആവശ്യം കൂടി ഇവിടെ ശക്തമായി ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പുഴയിലെ ജലനിരപ്പിലും ഒഴുക്കിലും മാറ്റമുണ്ടാകാനും ഇടയുണ്ട്. ഇതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം ഉയരുന്നു. അപകടങ്ങൾ നടന്നതിനു ശേഷം നടപടി സ്വീകരിക്കുന്ന പതിവ് രീതി മാറ്റി മുൻകൂട്ടി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും. പടിയൂർ പൂവത്തെ ഈ മനോഹരമായ പുഴയരികെ പുറത്തു നോക്കുമ്പോൾ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ഈ ശാന്തതയുടെ മറവിൽ തന്നെ ശക്തമായ ഒഴുക്കോടെ അപകട സാധ്യത നിറഞ്ഞ ഒരു പുഴയാണ് ഇവിടെ ഒഴുകുന്നത്. പുഴയുടെ ആഴവും വലിച്ചേപ്പ് ശക്തിയും പലപ്പോഴും പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിന് വഴിവെക്കാൻ ഇടയുണ്ട്. ഇതിനാൽ തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലരും അത് അവഗണിച്ച് പുഴയരികിലേക്ക് എത്തുകയും വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദത്തിനായി എത്തുന്ന യുവാക്കളും സന്ദർശകരും മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണാത്തത് നാട്ടുകാരിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. മഴക്കാലത്ത് പുഴയുടെ ഒഴുക്ക് കൂടുതൽ ശക്തമാകുന്നതോടെ അപകട ഭീഷണി കൂടുകയും ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രം മതിയാകില്ലെന്നും കൂടുതൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അവസാനമായി എല്ലാ ആളുകളും കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇവിടെ പുഴയിലേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.